പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് പ്രമാണിച്ച് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ ചേട്ടനും അജു ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് സർവവുമായ. സിനിമ തിയേറ്ററിൽ നിന്ന് ഞാൻ ഫാമിലിയോടൊത്താണ് ഇരുന്ന് കണ്ടത്. ഗംഭീര സിനിമ, ഒരു പ്രതീക്ഷയില്ലാതെയാണ് പോയത്. ഞാൻ കണ്ട് എൻ്റെ ആ പഴയ നിവിൻ ചേട്ടനെ അജു ചേട്ടനെയൊക്കെ ഡെഡ്ലി കോമഡി സിനിമയിൽ ഉടനീളം പിടിച്ചിരുത്തുന്നുണ്ട്. അതിനേക്കാളും വേറൊരു കോമ്പിനേഷൻ നിവിൻ ചേട്ടനും വേറെ ഒരാളിട്ടുണ്ട്, അതും സെറ്റാണ്. സിനിമ നല്ലൊരു ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ നല്ല വൃത്തി ഉയർന്നിട്ടുണ്ട് ഗ്രാഫ് സിനിമയുടേത്. ബോക്സ് ഓഫീസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് തൂക്കി എന്ന് പറയാൻ വരുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. പോസിറ്റീവ് റിവ്യൂ ആണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പോസിറ്റീവ് റിവ്യൂ എന്ന സിനിമ പൊട്ടിച്ചിട്ടുള്ളവരാണ് നമ്മളെ കേരളത്തിലുള്ളവരും. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞു, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് വിജയിപ്പിക്കാൻ നോക്കുക. കാരണം ഫാമിലി ഓഡിയൻസിനും നമുക്കും ഏതൊരു പ്രായ പരിധി ആയിക്കോട്ടെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സർവവുമായം. കിടില സിനിമ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയോട് എടുത്തിരുന്ന കണ്ട ചിരിച്ച് മരിക്കുക ഇഷ്ടം പോലെയുള്ള സീനുകളെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ റിവ്യൂ കാണരുത്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഈ റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് കണക്റ്റ് ആവും. കണ്ടവരാണെങ്കിൽ ഈ റിവ്യൂ എല്ലാം കണക്റ്റ് ആവും. അല്ലാതെ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചൊന്നും പോവരുത്. കാരണം ഇപ്പം ഒരു ഓവർ എക്സ്പെക്റ്റേഷനാണ് ഒരു സിനിമയെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിനിമ ഗംഭീരം. കൂട്ടാന്നില്ല 2 മണിക്ക് 27 കൊണ്ട് റണ്ണിങ് ടൈം പോണതേ അറിയാൻ പറ്റില്ല. ചിരിച്ച് ഗംഭീര വഴിയാവും. സത്യം പറഞ്ഞ നിവിൻ ചേട്ട കുറച്ച് പൊടിക്കൈകൾ ഈ സിനിമയിലുണ്ട്, അതെല്ലാം വർക്കാവുന്നുണ്ട്. ഒരെണ്ണം പോലും പാളി പോകുന്നില്ല. പിന്നെ അജു ചേട്ടനുള്ള കോമ്പോ ചിരിച്ച് ഒരു വഴിയായി. സത്യം പറഞ്ഞ ചിരിക്കാനേ നേരം വരുള്ളൂ. സിനിമ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ലാഗൊന്നും ഇല്ല. ആ 2.5 മണിക്കൂർ നിങ്ങൾ എന്ത് പൈസ കൊടുക്കണോ അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പം ഇനി സമയം ആലോചിക്കേണ്ട. ക്രിസ്മസ് തൂക്കണമെങ്കിൽ ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് എല്ലാവരുമായിട്ട് കാണാൻ പോവുക. ഒരു വൾഗർ വേർഡ്സോ ഒരു അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അഖിൽ സത്യൻ എന്ന സംവിധായകൻ, സത്യനന്ദിക്കാട് സാറിൻ്റെ മകനാണ് അഖിൽ സത്യൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൈവപ്പുകൾ മകനും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം നാട്ടിൻപുറം, വയല്, പാടം ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനാർദ്ദനൻ സാറ്, അതെല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിലും അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരെയും അങ്ങനെ യൂസ്ലെസ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും പാകത്തിന് എന്ന് പറയും പോലെ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തി മനസ്സറിഞ്ഞാണ് പറഞ്ഞ സിനിമ. ക്രിസ്മസ് തൂക്കണമെങ്കിൽ ഈ സിനിമ കൊണ്ടുപോയി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ല സിനിമയാണ്, കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സർവവും മായം എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.